കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിലേക്ക് ചങ്കി മാത്യു എന്ന് പറഞ്ഞൊരു മച്ചാൻ കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ബെൽറോയുടെ പഴയ വാളറ്റ് എനിക്ക് തോന്നുന്നു 8,000 റുപ്പീസ് അയാൾ സ്പെൻഡ് ചെയ്ത് വാങ്ങിച്ചിരുന്ന ഒരു പ്രോഡക്റ്റിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് മേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര സ്ലിം ആയിട്ട് അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യാൻ ചോദിച്ചു. എൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്, വാക്സ് ടോപ്പിൽ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് നാളെ അവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏകദേശം ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് അല്ല. ആക്ച്വലി ഇന്ന് കാണിക്കാൻ പോകുന്നത് ആ പ്രോഡക്റ്റിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു മൊബൈലും കുറച്ച് ക്യാഷൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ്. ഇതുണ്ടോ ഇങ്ങനെ ബെൻഡായി നിൽക്കും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ. കാരണം എൻ്റെ ബ്രാൻഡിൽ എനിക്ക് തോന്നുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ലെതറിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്ര ലെങ്ത്തിലുള്ള വാളറ്റിൽ ഫസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇതിന്റെ രണ്ട് ലെതർ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. രണ്ടും നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ലെതർ അല്ല, ഇറ്റലിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിൽഡ് ലെതറും ഇൻസൈഡിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയ വാക്സ് ലെതറിന്റെ ആണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷേ എന്നാലും അത്യാവശ്യം സംഭവം അടിപൊളിയായിരിക്കും. കാരണം ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആക്കി എൻ്റെ ടേബിളിൽ ഇരുന്നപ്പോൾ ഒരു ക്ലയന്റ് വന്നിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിരുന്നു. കുവൈറ്റിൽ നിന്ന് വന്നതാണ്. നേരത്തെ എൻ്റെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവർ ഈ പ്രാവശ്യം റിട്ടേൺ പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. കുറേ സാധനങ്ങൾ പർച്ചേസ് കൂടുതലാണ് എന്നെ കാണാൻ. ലാസ്റ്റ് എന്നെ പോകുന്നവരെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ ക്യാബിനിൽ കയറിയതാണ്. അപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ടേബിളിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അവർ പോകുന്നവരെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചതിൽ പേര് എഴുതാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം പോലെയാണ് ഈ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്തായാലും ലോഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സ്നേഹം അതിൽ എൻഗ്രേവ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാം നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ എൻഗ്രേവും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിശേഷങ്ങളിലേക്ക് പോകാൻ. 19 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്, 9 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിഡ്ത്തും കാര്യങ്ങളും വരുന്നത്. സിംഗിൾ ലെതറാണ്, അതായത് പാബലോടെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ് ഈ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്നത്. സിംഗിൾ ലെതറാണ് മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട് സൈഡ് മൊത്തം നമ്മൾ ജസ്റ്റ് റാപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 4 പവർഫുൾ മാഗ്നറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഞെട്ടപ്പേ എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പം ചെറുതായിട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ 2 കാർഡ് സ്ലോട്ട് ഉണ്ട്. ഒരു 8ഓളം കാർഡ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഒരു 10 കാർഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കീപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു ബൾക്കായിട്ട് ഞാനൊരു നമ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം ബൾക്കായിട്ട് നമുക്ക് ക്യാഷും ക്യാരി ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ, എനിക്ക് S23 മൊബൈലാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സാധനം അതിനകത്തേക്ക് ഈസി ആയിട്ട് കയറിയിരിക്കും. ഒരു പ്രോഡക്റ്റിൽ 3 കളർ ചൂസ് ചെയ്യുന്നത് വളരെ വളരെ റെയർ ആയിട്ടാണ്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിലും അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക്, വാക്സ്ഡ് ആണ്, റെഡ് കളർ. ഇത് 3 കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബ്ലാക്ക് മാൻ 6 ഞാൻ ചെറുതായിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വെച്ചു. അതുകൊണ്ടാണ് ആ ക്ലയൻറ്റ് ചോദിച്ചിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി കൊടുക്കാൻ. ഞാൻ ക്ലയൻറ്റ് വേറെയാണ് പ്രോഡക്റ്റ് മേക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഔട്ട് സൈഡ് നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈഫ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ യൂസ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻ വേണമെങ്കിൽ ഈ ഒരു സാധനം കൊടുക്കുക. അത്ര കോൺഫിഡൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് ഒരു മെക്സിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പേരായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ kingsroyarmy.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. റെഡി സ്റ്റോക്ക് അല്ല, നമുക്ക് മേക്ക് ചെയ്ത് തരാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഡിസൈനും കാര്യങ്ങളും. ടേക്ക് കെയർ.